നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ാണോ എല്ലാരും കരുതിയിരിക്കുന്നത്? പ്രിയൻചേട്ടനും അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അല്ല, ഭദ്രമായി സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ ഗന്ധർവന്റെ സമ്മാനങ്ങളും എഴുത്തുകളും പാറു എന്നെ ഏൽപ്പിച്ചത്. നിനക്ക് ഗന്ധർവനോട് വെറുപ്പാണെങ്കിൽ അതെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ നീ എന്നോട് പറയില്ലല്ലോ. ഗന്ധർവനോടുള്ള വെറുപ്പല്ല, സ്നേഹം തന്നെയാ ആ സമയത്ത് ഞാൻ നിന്റെ മുഖത്ത് കണ്ടത്. പക്ഷേ അതിനുശേഷം ഗന്ധർവനെ കുറിച്ചോ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്മാനങ്ങളെക്കുറിച്ചോ പാറു സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഉത്സവം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയപ്പോ ഗന്ധർവനെ കുറിച്ചല്ലേ പ്രിയൻചേട്ടനോട് ഞാൻ ആദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഗന്ധർവൻ ആരാണെന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ട് മാത്രമാണോ ഗന്ധർവനെ കുറിച്ച് പാറു എന്നോട് ചോദ്യം ചോദിച്ചത്? അതോ പാറുവിനിപ്പോഴും ഗന്ധർവനോട് പ്രണയമുണ്ടോ? ഗന്ധർവനെ കാണാൻ കൊതിച്ച, ആകാംക്ഷയോടെ കാത്തിരുന്ന, വരില്ലെന്നറിഞ്ഞപ്പോ സങ്കടപ്പെട്ട ആ മനസ്സ് തന്നെയാണോ നിനക്കിപ്പോഴും ഉള്ളത്? പറയ് പാറു. ഞാൻ ജനിച്ചു വളർന്ന ആ നാടിനും ഒരു സ്വഭാവമുണ്ട് പ്രിയൻചേട്ടാ. ആരെയും അത്ര പെട്ടെന്ന് സ്നേഹിക്കില്ല. സ്നേഹിച്ചാൽ കണ്ണടയുന്നത് വരെ ആ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും. ആ മനസ്സ് തന്നെ എനിക്കും. ഒരിക്കൽ സ്നേഹിച്ചയാളെ മറക്കാൻ കഴിയില്ല. എല്ലാം തുറന്നു പറയാൻ പറ്റിയ സമയം ഇത് തന്നെയാ. ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. പാറു, നിന്റെ ഗന്ധർവൻ നിന്റെ തൊട്ടരികെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ തൊട്ടരികെ തന്നെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എവിടെ? അതോടി പറയ് പ്രിയൻചേട്ടാ, ദയവ് ഇത് പറയ്. അത് പാറു, അത് വേറെ ആരുമല്ല, അത് ഞാൻ. പ്രിയൻചേട്ടാ, കൈലാഷ് സാർ ചോദിച്ചതിനെ കുറിച്ചൊന്നും പറയരുത്. കൈലാഷ് സാറിന് ഗന്ധർവനെ കുറിച്ച് കേൾക്കുന്ന പോലെ ഇഷ്ടമല്ല, ദേഷ്യപ്പെടും. അല്ല, നിങ്ങളെന്താ ഇവിടെ? അതെന്റെ സൈക്കിള് പഞ്ചറായി, എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞു. അതിന് ഇവിടെ എന്തിനാ നിർത്തിയത്? അതാ ഞാൻ ചോദിച്ചത്. അത് സാർ, ഞാൻ അത് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാ പ്രിയൻചേട്ടനോട് ബൈക്ക് നിർത്തിയത്. കൈലാഷ് സാറിനോട് ഒന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഇവള് തന്നെ എല്ലാം പറയാനുള്ള പുറപ്പാടിലാണല്ലോ. പ്രിയ, പാർവതിയെ ഇതുപോലൊരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടൊന്ന് സംസാരിക്കണമെങ്കിൽ മാറ്റർ അല്പം സീരിയസ് ആയിരിക്കണമല്ലോ. അത് സാർ, ഞാൻ മാറ്റർ. ഓഹോ, മനസ്സിലായി. എനിക്കിപ്പോഴാ മനസ്സിലായത്. അത് പറയുന്ന സമയത്ത് തന്നെ ഞാനിവിടെ വന്നത് മണ്ടത്തരായി പോയല്ലേ. ഹോസ്റ്റലിന് മുന്നിലൂടെ എനിക്ക് പോകേണ്ടത്. പാർവതിയെ ഞാൻ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. പാർവതി വരൂ. ഇല്ല സർ, പ്രിയൻചേട്ടന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. പ്രിയന് നിന്നോട് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. നീ പോയി കാറിലിരിക്കേ. പ്രിയനോട് സംസാരിച്ചിട്ട് ഞാൻ വരാം. പോയി കാറിലിരിക്കും പാർവതി. പ്രിയ, ഞാൻ അവളെ പ്രണയിക്കുന്ന കാര്യമല്ലേ നീ അവളോട് പറയാൻ പോയത്? അവളോട് നീ പറഞ്ഞോ? എന്തായിരുന്നു അവളുടെ റിയാക്ഷൻ? പറയ് പ്രിയ, അവൾ എന്താ പറഞ്ഞ? അവള് എന്നെയും പ്രണയിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇല്ല സർ, എനിക്ക് അവളോട് പറയാൻ പറ്റിയില്ല. പറയാൻ കഴിഞ്ഞില്ലല്ലേ? ശേ, എന്റെ തെറ്റ് തന്നെയാ. ആ സമയത്ത് ഞാൻ നിങ്ങൾക്കിടയിൽ കയറി വന്നു. സോറി പ്രിയ. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്റെ പ്രണയം സക്സസ് ആവാൻ നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച്. നീ എന്റെ കൂടെ ഉണ്ടല്ലോ, എന്റെ പ്രണയം സക്സസ് ആവും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പോകുന്ന വഴിക്ക് അവളോട് എന്റെ പ്രണയം പറയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ശരി. എന്തുപറ്റി? കൈവിട്ട് പോയിന്നൊരു തോന്നലുണ്ടോ? പ്രിയ, ഇങ്ങോട്ട് നോക്കിയേ.
ഒന്നുകിൽ നീ നിന്റെ പ്രണയം പാർവതിയോട് തുറന്നു പറയും,